ഹായ് ഹലോ ഫ്രണ്ട്സ്. ഞാൻ ഒരു പ്രവാസിയാണ്, സൗദി പ്രവാസി. ഞാനിവിടെ മസ്രയിലാണ് ജോലി ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ഇടും. പക്ഷെ ആരും ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്യുന്നില്ല. നമ്മളെ ഒന്ന് പരിഗണിക്കണം. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാൻ പ്രചോദനം. കാണുന്നവരൊക്കെ ഒരു ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ വലിയ ഉപകാരം. ഇതാണ് എൻ്റെ റൂം. എൻ്റെ റൂമിൻ്റെ വാതിൽ ഇതാണ്. പിന്നെ ഇതാണ് ഞങ്ങളെ മസ്ര. മസ്രയ്ക്ക് ഇതിനകമാണ് മസ്ര. ഇത് വെളിയാണ്, മസ്രയുടെ വെളി. ഇതാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം. നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോൾ സൗദിയിലെ. അത്യാവശ്യം നല്ല ചൂടുണ്ട്. ഇവിടെ എല്ലാം മസ്രയാണ്. ഇതൊരു മസ്ര. മസ്ര എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഫാം ഹൗസിനെയാണ് മസ്ര എന്ന് പറയുന്നത്. മസ്ര, ഇസ്ത്ര എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. എല്ലാവരും ഒരു ലൈക്ക്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. എത്രയോ ആൾക്കാർക്ക് നിങ്ങളെ ലൈക്ക് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഈ പാവപ്പെട്ട ഒരുത്തനെയും നിങ്ങൾ പരിഗണിക്കണം പ്ലീസ്, ദയവ് ചെയ്ത്. നല്ല വെയിലുണ്ട് കേട്ടോ. വെയിലത്ത് നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്, ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഈ മസ്രയിൽ. എൻ്റെ കഫയിൽ വല്ലപ്പോഴൊക്കെ വരും, മാസത്തിൽ ഒരുക്കാ വരും. ഒരുപാടുണ്ട്, അങ്ങറ്റം ഉണ്ട് ഞങ്ങളെ മസ്ര. ഇങ്ങനെ തൊട്ട് ഇങ്ങനെ പോയി അതുവരെ ഉണ്ട്. വെളിയിൽ ആരും കാണാനില്ല. ഇവിടെ ഏതാണ്ട് സമയം ഇപ്പം 2:49 അപ്പോൾ വൈകുന്നേരം മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു മസ്രയാണ്, ഉണ്ടല്ല. ഇതൊരു മസ്ര ഉണ്ട്. ആ കാണുന്ന എല്ലാം മസ്രകളാണ്. അവിടെ കാണുന്നത് അത് മസ്ര, അത് മസ്ര, ഇതെല്ലാം. ശരിക്കും പറഞ്ഞാൽ മരുഭൂമി പോലെ പൃഥ്വിരാജിൻ്റെ ആട് സിനിമയില്ലേ, അതുപോലത്തെ ഒരു ആട് ജീവിതമാണ്. അത്രയ്ക്കും വലിയ ആട് ജീവിതം അല്ലെങ്കിലും അതുപോലെയൊക്കെ പെട്ടൊരു ജീവിതമാണ് നമ്മളത്. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ ദയവ് ചെയ്തെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. വലിയ ഉപകാരമായിരിക്കും. ഇപ്പോഴും ആലോചിക്കുന്ന കാര്യമാണ് ഈ വെയിലത്തും ഈ മരമൊക്കെ എങ്ങനെ വളരണമുണ്ട്. ഇത് മറ്റേ നമ്മളെ നാട്ടിലാണ്, അതുകൊണ്ടില്ലേ ഞാൻ കത്തിച്ചൊക്കെ കളഞ്ഞു കുറച്ചൊക്കെ. എന്നിട്ടും ഇത് വളരും. ഈ പുല്ല് എങ്ങനെയാണോ അടുത്ത വീട്ടിൽ